ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾ നമ്മുടെ മീൻപിടിപ്പാറയിലോട്ട് പോവുകയാണ് ഗൈസ്. നമ്മുടെ കൊട്ടാരക്കരയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ മീൻപിടിപ്പാറ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മുടെ കൊട്ടാരക്കര അമ്പലക്കുളമാണ് ഗൈസ്. അങ്ങനെ അവിടെ വന്ന് കുറച്ച് നേരം അമ്പലത്തിൻ്റെ പരിസരത്തൂടെയൊക്കെ ഒന്ന് ഞങ്ങൾ യാത്ര ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ആനയുടെ ശില്പിയൊക്കെ അതിമനോഹരമായിട്ട് പണിത് വെച്ചേക്കുന്ന ഈ ഒരു ശില്പിയൊക്കെ കണ്ട് അവിടെയൊക്കെ കുറച്ച് കറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് മീൻപിടിപ്പാറയിലോട്ട് പോയത് ഗൈസ്. അവിടെ കൊട്ടാരക്കര എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് വലിയ തിരക്കോ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് വഴി മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞങ്ങൾ അവിടെ നല്ലൊരു ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തന്നെ ഊണാണ്. 80 രൂപയേ ഉള്ളൂ ഊണ്. പക്ഷേ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഊണായിരുന്നു. പൊരിച്ച മീനോട് കൂടിയിട്ടുള്ളൊരു ഊണ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് നമ്മുടെ മീൻപിടിപ്പാറയിലോട്ട് പോകും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് വെറും കേട്ടുകേൾവി മാത്രമുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയാണ് വന്നത്. കൊട്ടാരക്കര വരെ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇത്തിരി ബുദ്ധിമുട്ടി, കാരണം അവിടെ ചോദിക്കാനൊന്നും ഒറ്റ മനുഷ്യരില്ലായിരുന്നു. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയാണ് ഇവിടെ വന്നെത്തിയത്. അതാ നോക്കി, അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാടിൻ്റെ നടുക്കൂടെ ഒരു വഴിയാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെയൊന്നും സത്യം പറഞ്ഞാൽ ആരും ഇല്ലായിരുന്നു. പിന്നെ ആ മീൻപിടിപ്പാറ എത്താറായപ്പോഴാണ് നമ്മൾ മനുഷ്യരെ കണ്ടത് തന്നെ. നമുക്ക് ആദ്യം ശകലം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സമാധാനമായി, ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ നമ്മൾ വന്ന്. ഇതാണ് അവിടുത്തെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട്. നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ മീൻപിടിപ്പാറ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 12 മണിയായപ്പോഴാണ് ഗൈസ് എത്തിയത്. ഒരു 1:15 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉച്ച ആയതുകൊണ്ടായിരിക്കാം ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമുക്കിതാ ഇതേപോലെ ഒരു അരുവിയുടെ നടുക്കൂടെ ആയിട്ട് നല്ലൊരു തൂക്കുപാലം നിൽപ്പുണ്ട്. അവിടെ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. നമുക്കവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചധികം നടക്കാനുണ്ട്. ഈ അരുവിയോട് ചേർന്ന് തന്നെ നമുക്കൊരു നടപ്പാത കാണാനുണ്ട്. ഈ അരുവിയുടെ ഭംഗി ആസ്വദിച്ച് ഒരു 1/2 കിലോമീറ്റർ ദൂരം കാണും. ഇതുപോലെ നടപ്പാതകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കുവാണ്. നമുക്കപ്പോൾ അതുവഴി നടക്കാനും ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാനാണെങ്കിലും കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാനൊക്കെ ആണെങ്കിലും പറ്റിയ സ്ഥലമാണ്. ഞങ്ങളങ്ങനെ പിന്നെ അങ്ങ് അറ്റം വരെ നടന്നു നോക്കി ഗൈസ്, എന്തെങ്കിലും പുതിയ കാഴ്ചകളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു അരുവി തന്നെ അങ്ങ് അറ്റം വരെയും പോയേക്കുന്നത്. അത് അവസാനിക്കുന്നിടത്ത് ഇത് അവസാനിക്കും, ഈ ഒരു നടപ്പാത അവസാനിക്കും. പിന്നെ നമുക്ക് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് നടക്കും. ഒരു ഉൾവനം പോലെയാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. നല്ല ശാന്തമായ, വലിയ തിക്കോ തിരക്കോ ബഹളോ ഒന്നും ഇല്ലാത്ത ഒരു ശാന്തമായ ഏരിയ ആണ് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് നടന്നു. ഈ സൈഡിൽ ഈ അരുവിയിൽ നമുക്ക് കുളിക്കാനാണെങ്കിലും വെള്ളത്തിൽ കളിക്കാനൊക്കെ ആണെങ്കിലും പറ്റും. വലിയ ആഴമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇതാണ് ഗൈസ് ഈ ഒരു നടപ്പാതയുടെ എൻഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വേറെ പ്രത്യേകിച്ച് കാണാനൊന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അവിടെ ഒരു വഴി പോലെയാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് നടന്നു. നമ്മൾ തിരിച്ച് നടക്കാൻ നേരം ആ നടപ്പാതയിലൂടെ അല്ലായിരുന്നു, ആ അരുവിയുടെ തീരത്തൂടെ ആയിരുന്നു നടന്നത്. അവിടെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുക, അവിടെ വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വൈബുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്ലേ ഗ്രൗണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം ഈ ഒരു സമയത്താണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ ഇവാനുവിനെ ഒരുപാട് മിസ് ചെയ്തത്. അവരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഇരുന്ന് ആസ്വദിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. കുഞ്ഞുങ്ങളുമായിട്ട് വരുമ്പോൾ അവരുടെ പിറകെ നമ്മൾ ഓടേണ്ടി വന്നേനായിരുന്നു. പിന്നെ പ്രത്യേക കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ CCTV എല്ലായിടത്തും CCTV ആണ്. നമ്മൾ ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ തുടക്കം കണ്ട ആ ഒരു വാട്ടർഫോളില്ലേ, അവിടെ വന്ന് ഇവിടെ നമുക്ക് ഇതുപോലെ ഈ അരുവിയുടെ നടുക്കൂടി ഇങ്ങനെ നടക്കാം. അവിടെ ഒരു സ്റ്റെപ്പായിട്ടാണ്. പക്ഷെ അവിടെ കാല് വഴുതാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ അവിടെ അപ്പുറത്തോട്ടായിട്ട് കുട്ടികളും വലിയ ആൾക്കാരും ഒക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ഒരു മീനിൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നല്ലൊരു വൈബുള്ളൊരു സ്ഥലമായിരുന്നു ഇവിടെ എന്ന് പറയുന്നത്. ഇതാണ് ഗൈസ് ഈ ഒരു സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കൊല്ലത്തുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് കൂടിയാണ് നമ്മുടെ മീൻപിടിപ്പാറ. ഫാമിലി ആയിട്ടും കുഞ്ഞുങ്ങളായിട്ടൊക്കെ ആയിട്ടും ഒരുപാട് നേരം വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരു 6 മണി വരെ ഉള്ള ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇത് അടയ്ക്കും. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയി ഗൈസ്. ഓക്കെ, ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നുണ്ട് വരെ ടാറ്റ.